അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇസ്മ്, ഒരു പ്രാർത്ഥന. ഇതിന് വളരെ ശ്രേഷ്ഠതയും മഹത്വവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കുറഞ്ഞ ലളിതമായ ചില വാക്കുകളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയും മഹത്വമേറിയ ഒരു ഇസ്മുമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 7 ഭയങ്കര ദോഷങ്ങളിൽപ്പെട്ട ഒന്നാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുക എന്നത്. ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുന്നവന് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്വ് പുറത്തു കൊടുക്കുകയും അവൻ്റെ ബാക്കിയുള്ള ശിഷ്ടകാല ജീവിതം വളരെ സുരഭില സുന്ദരമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഇസ്മ്, ഈ ഒരു പ്രാർത്ഥന നമ്മൾ സ്ഥിരമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. എന്താണെന്നറിയാം, എല്ലാവർക്കും അറിയാം, വളരെ ലളിതമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. അൽ-അലീമി, മഹത്വമേറിയ, എല്ലാം നിയന്ത്രിച്ച് എല്ലാം പരിപാലിച്ച് എല്ലാ നിലക്കും അതിന് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഖാലിഖായ എൻ്റെ ഉടമസ്ഥനായ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. അലീം, അതിനപ്പുറം വേറെ ആരുമില്ല. അല്ലദീ, എങ്ങനത്തെ അള്ളയാണ്, ലാ ഇലാഹ, എപ്പോഴും പറയണതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനൊഴികെ ഒരു ഇലാഹില്ല. ലോകത്ത് ഒരുപാട് ആരാധ്യ മൂർത്തികളുണ്ടെങ്കിലും അള്ളയല്ലാതെ മറ്റാരും ആരാധ്യ വസ്തു ഇല്ല. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനൊഴികെ ഒരു ഇലാഹില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അള്ള ഒഴികെ ഒരു ഇലാഹില്ല. അങ്ങനത്തെ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. ഫഅതൂബു ഇലൈഹി, അവനിലേക്ക് ഞാൻ അവനിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു, പശ്ചാത്തപിക്കുന്നു, പൊറുക്കലിനെ ചോദിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമേറിയ ഒരു ദിക്റാണ്. ഗുഫിറ ലഹു, അവൻ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന ആര് വഇൻകാന സഅഫിന, ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിയവനാണെങ്കിലും ശരി. 7 സബഅൽ മൂബിഖാത്തിൽപ്പെട്ട വൻ കുറ്റത്തിൽപ്പെട്ട ഒന്നാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറകോട്ടോടുക എന്നുള്ളത്. എന്നാൽ ഈ പ്രാർത്ഥന ഒരുത്തൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ദുആ നമ്മൾ ഏത് സമയത്തും നമ്മുടെ ഖൽബിൽ, നമ്മുടെ നാക്കിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഖൽബിനെ തസ്കിയത്ത് ചെയ്യാനുള്ള ഔഷധ മരുന്നുകളാണ് ഇതൊക്കെ. ശരീരത്തിൽ നമ്മൾ പല പുഷ്ടി ഉണ്ടാകാൻ വേണ്ടി ടോണിക്കോ അരിഷ്ടങ്ങളോ ഒക്കെ ഇങ്ങനെ കഴിക്കൽ. ഖൽബിനെ പുഷ്ടിപ്പെടുത്താൻ ആവശ്യമായ ഒന്നാണ്. അള്ളാഹ് പറയുന്നത് നോക്ക്, വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹാ സുമ്മ ഇഹ്തദാ. വഇന്നീ, തീർച്ചയായും ഞാൻ, ലഗഫാറുൻ, പുറത്തു കൊടുക്കുന്നവനാണ്. ഗഫാറ, അധികമായി പുറത്തു കൊടുക്കുന്നവനാണ്, അധികമായി പക്ഷാതാപം സ്വീകരിക്കുന്നവനാണ്. അടിമക്ക് യജമാൻ പുറത്തു കൊടുത്തില്ലെങ്കിൽ എന്തേ അവന് വിട്ടുവീഴ്ച ചെയ്യാന്ന് ഒരാൾ ചോദിക്കില്ല. നമ്മൾ
നമുക്ക് തന്ന നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ ഒരു മനുഷ്യനും കണക്കാക്കാൻ പറ്റില്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്നു. അതാണ് ലഗഫാർ, ഞാൻ അധികമായി പുറത്തു കൊടുക്കുന്നവനാണ്. ലിമൻ താബ, തൗബ ചെയ്യുന്നവന് വേണ്ടി, പശ്ചാത്തപിക്കുന്നവന് വേണ്ടി. അല്ലാഹ് തെറ്റ് പറ്റിപ്പോയല്ലോ, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല, എനിക്ക് നീ പുറത്തു തരണം എന്ന് പറഞ്ഞ് അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടെ കുറ്റബോധത്തോടുകൂടെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവന് അള്ളാഹ് പുറത്തു കൊടുക്കും. ആ ഗഫാറാണ്. വആമന, വിശ്വസിച്ചവനും അല്ലേ, വിശ്വസിച്ച് അങ്ങനത്തെ ആൾക്ക്. വഅമില സ്വാലിഹ, വഅമില സ്വാലിഹ, സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരായിട്ട്, സൽക്രമങ്ങൾ പ്രവർത്തിച്ചു, നന്നായി നിന്നു. എന്നാലോ സുമ്മഹ്തദ, പിന്നെ അവനെന്തില്ല, മറ്റൊന്നിലേക്കും തിരിഞ്ഞു നോക്കിയില്ല. ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ തന്നെ അഖില സുന്നത്തി വൽ ജമാഅത്തിൽ സ്ഥിരപ്പെടുകയും ചെയ്തു എങ്കിൽ അവനാണ് വിജയം ദുനിയാവിലും ആഖിറത്തിലും. അതാണ് ഇന്നി ലഗഫാർ, തീർച്ചയായും ഞാൻ ഗഫാർ, അല്ലാഹ് പറയാം. ആർക്ക്? പുറത്തു കൊടുക്കുന്നവനാണ്. ലിമൻ താബ വ ആമന, വിശ്വസിച്ചവനും തൗബ ചെയ്തവനും. വഅമല സ്വാലിഹ, വഅമില സ്വാലിഹ, സ്വാലിഹായ അൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവനും. സുമ്മഹ്തദ, പിന്നെ അതിൽ ഇങ്ങനെ സ്ഥിരമായവന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞ ദിക്ർ, ആ ദിക്ർ നമ്മളെല്ലാവരും അത് ദായമാക്കുക. എന്താ ദിക്ർ? മനസ്സിലായല്ലോ, അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. പതിവാക്കുക. നമ്മുടെ ഖൽബ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. സുഹൃത്തുക്കളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ടോ, വല്ലദീ നഫ്സ് മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഫ്സ്, ശരീരം ആരുടെ കരങ്ങളെ കൊണ്ടാണോ അവനെ കൊണ്ട് സത്യം. മാമി യോമിൻ ത്വലഅത് ഫീഹി ശംസുഹു ഇല്ലാ വതജല്ലൈതഹ മലക്കാനി. സൂര്യോദയം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ആരെ കൈ കൊണ്ടാണോ അവനെ കൊണ്ട് തന്നെ സത്യം. സൂര്യോദയം നടക്കുന്ന ഒരൊറ്റ ദിവസവുമില്ല, ആ ദിവസത്തിൽ 2 മലായികത്ത് പ്രത്യക്ഷപ്പെടുന്നു. 2 മലായികത്തുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. ആ 2 മലക്കുകൾ യുനാദിയാനി, രണ്ടാളും വിളിച്ചു പറയാണ്. എന്ത്? ആ വിളിച്ചു പറയുന്നത് യസ്മഉ ഖൽഖുല്ലാഹി കുല്ലുഹും ഇല്ല തഖലൈൻ, മനുഷ്യനും ജിന്നുമല്ലാത്ത എല്ലാ ജീവജാലങ്ങളും അത് കേൾക്കും. എല്ലാ ജീവജാലങ്ങളും അത് കേൾക്കും. കാരണം അവർ കേട്ടില്ല. അവരെല്ലാം അള്ളാഹുവിനെ അനുസരിക്കേണ്ട രീതിയിലാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. ആ സൃഷ്ടി ഈ മനുഷ്യനും ജിന്നുമല്ലാത്ത സകലത്ര വസ്തുക്കളുടെയും സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹ് ചെല്ലുന്ന, തഹ്ലീൽ ചെല്ലുന്ന, അള്ളാഹ്ക്ക് അനുസരിക്കുന്ന, ഇബാദത്ത് എടുക്കുന്ന ഒരു പ്രകൃതിയിൽ ആണ് അവരുടെ സൃഷ്ടിപ്പ്. അവർക്ക് ഇനി ഒരു പ്രവാചകന്റെ ആവശ്യമില്ല, അവർക്ക് കിതാബ് വേണ്ട, വേദം വേണ്ട. അതുകൊണ്ട് അവർ കേൾക്കുന്നു. മനുഷ്യനൊഴിച്ച് എന്താ പറയണത് അറിയോ? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഹലുമ്മു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ. ഹലുമ്മു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ വരൂ. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അള്ളാഹു രക്ഷയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. വല്ലാഹു ആവുന്നത് യദൂ, അവൻ ക്ഷണിക്കുന്നു, ഇലാ ദാരിസ്സലാമേ, സലാമിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക്. വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. എന്നാലേ ആ എല്ലാവരും അല്ലാഹു തആല ഹിദായത്താകും. ഈ വിളിക്കേട്ട ചില ആളുകൾ വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ സന്മാർഗ്ഗം കൊടുക്കും. അവനെ നിലനിർത്തും. അവനവന് വേണ്ടത് എന്താണോ അത് ഈ ദുനിയാവിൽ നിന്ന് ചെയ്തു കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു തആല അത് കേട്ട ആളുകൾ അള്ളാഹുവിലേക്ക് എടുത്തുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആ മനുഷ്യൻ അടുക്കും. മനസ്സിലായില്ലേ?
നമ്മൾ പറഞ്ഞ് അതിന് മൊത്തം പോലുള്ള ഈ ഒരു ദിക്ർ നമ്മൾ പറയുക എന്ന് പറയുന്നത് അല്ലാഹു തആല ഗഫാറാണ്, തൗബ സ്വീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ വിശ്വാസം നമ്മൾ ഊട്ടിയുറപ്പിക്കണം, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അതിൽ ഉറച്ചു നിൽക്കും. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഈമാൻ നിർണായകമാവുന്നത് അവൻ മരിക്കുന്ന സന്ദർഭത്തിലാണ്. അതുവരെ എത്ര ഏറിയവരായിട്ടും കാര്യമില്ല. അതുകൊണ്ട് അവിടം വരെ നമ്മൾ കൊണ്ടുപോകണം, സ്ഥിരമാകണം. ഇത്തരം ദിക്റുകളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുകയും നമ്മൾ ഉരിയിടുകയും നമ്മൾ ചൊല്ലുകയും വേണമെന്നുള്ളതാണ്. ആബിദ് റബ്ബക ഹത്താ യഅതിയക്കൽ യഖീന. മരണം എത്തുന്നത് വരെ നീ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടേയിരിക്കണം. മരിക്കുന്ന സന്ദർഭത്തിൽ എത്ര ആൾക്കാർ ഈമാൻ തെറ്റിപ്പോയിക്കൊണ്ട് മരിച്ചു പോകുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഇൽമു കുറഞ്ഞവർ, ഇബാദത്ത് കുറഞ്ഞവർ, ലഈഫായ ബലഹീനരായ നിന്റെ അടിമകളാണ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ തോപുകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അഹിലും മാലിലും നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് രോഗികളും രോഗിണികളും ഉണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെയും ഞങ്ങളുടെയും രോഗം നീ ശിവയാക്കണേ റഹ്മാനെ, ശിവ നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഇപ്പം തൊട്ടടുത്ത് ഈ ദിവസം നമ്മുടെ നാട്ടിൽ വെച്ചുകൊണ്ട് വളരെ ചെറുപ്പക്കാരൻ ഹാഷിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. റഹ്മാനായ റബ്ബേ, അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ റഹ്മാനെ. റഹ്മാനെ, അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളൊക്കെ നീ കഴുകിക്കളഞ്ഞ് ശുദ്ധിയാക്കി കൊടുക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ബർസഖിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഹിസാബ് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്, പ്രയാസത്തിലാക്കല്ല അല്ലാഹ്. അദ്ദേഹത്തെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാവരുടെയും നസ്ബ് അറിയുന്ന നാഥാ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ നാഥാ. اللهم إنا نسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم يا حي يا قيوم. اللهم إنا كنا نتوسل إليك بأسمائك الحسنى وبصفاتك العلى يا حي يا قيوم برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.